പാലക്കാട് വരെ നീ ഓടിക്കും, അവിടുന്ന് കൂണൂർക്ക് ഞാൻ എടുത്തോളാം. കല്യാണത്തിന് ജാഗൂർ വേണ്ട കേട്ടോ, ബെൻസ് മതി. ആരെ കാണിക്കാനടാ തൊലിഞ്ഞവനെ? മക്കള് പറയട്ടെ, അപ്പൻ ആ കാലത്തെ ബെൻസ് ഉണ്ടായിരുന്ന ഓൾഡ് മണി പീപ്പിൾ ആണെന്ന്. എന്തേലും കാണി. അപ്പൊ ഒന്നിങ്ങ ഇറങ്ങിക്കേ, നേരം വിളിക്കാറായി. ഓ വരുവാടാ. എടാ ടോണി, ഈ ബാഗ് കൂടി ആ ഡിക്കിയിൽ വെച്ചേ. നീയേ മോൻസിയോട് നമ്മൾ ഇറങ്ങുവാന്നെന്ന് പറഞ്ഞേരെ. തൃശ്ശൂർ എത്താറാവുമ്പോ ഒന്നുകൂടെ വിളിക്കാന്ന് പറഞ്ഞു. എന്റെ അപ്പ മോൻസ് ആന്റി ഒന്നും കൊണ്ടുപോകണ്ട, ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്റെ മാനെ കല്യാണമല്ലടാ, കുടുംബത്തും സ്ത്രീകൾ ആരെങ്കിലും വേണമെന്നേ. അമ്മാച്ചൻ രണ്ടാമത് കെട്ടിയിരുന്നെങ്കിൽ ഇവനൊരു അമ്മയും കാറിലിരിക്കാൻ ഒരു വർക്കത്തുള്ള ഒരു സ്ത്രീ ഇപ്പൊ ഉണ്ടായിരുന്നേനെ. നോക്കിയതാടാ, നടന്നില്ല. ആദ്യത്തെ തന്നെ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. അതിന്റെ ഇടയ്ക്ക് എന്റെ അപ്പം കപ്പലപടത്തിൽ മരിച്ചില്ലേ, ഡിപ്രഷനായിപ്പോയി ഞാൻ. പിന്നെ കടപ്പാട്ടൂർ അമ്പലത്തിനടുത്തുള്ള കുളിക്കടവിൽ നാട്ടുകാർ മുക്കിക്കൊന്നു ഞാൻ കേട്ടിട്ടുള്ളത്. അതായിരിക്കും കപ്പലപകടം. എന്റെ അപ്പം മരിച്ചത് എങ്ങനെയാണെന്ന് നിനക്കാണോ എനിക്കാണോ അറിയാവുന്നത്? ടോണിടാ, പെരുന്നാൾ പ്രമാണിച്ച് പാതിര ഖുർആനുണ്ട്, ഒന്ന് കാര്യമായിട്ട് പോയാലോ? ഒരു മാസ് എലമെന്റ് പോലും ഇല്ലാത്ത ഹോളി മാസ്. ഞാൻ വരത്തില്ലേ? അതെ അതെ അതെ, ചെറിയ ലാഗും ഉണ്ട് കേട്ടോ. ആരടാ അത്? പട്ടിമിതിനാ പത്രടാൻ പോകുന്നതായിരിക്കും. ഈ നട്ടപ്പാതിരാത്രയ്ക്ക് ഇവൻ ഇവിടുത്തെ പത്രം കിട്ടിയ പിന്നെ സ്വന്തമായിട്ട് പത്രം അടിക്കാൻ തുടങ്ങിയോടാ. കണ്ടാ, ദൈവത്തെ കളിയാക്കിയപ്പോൾ മുന്നിൽ വന്ന് നിന്നത് കണ്ടാ. കർത്താവ് മരപ്പണിക്കാരനായിരുന്നല്ലേ പറഞ്ഞു, ഇപ്പൊ പത്രക്കാരനായി. ദൈവദോഷം പറഞ്ഞ ഗതി പിടിക്കലേട്ടോ നാറികളെ. പോകുന്ന കാര്യം നടന്നില്ല, എന്റെ മോന് ഇതാ അങ്ങനെ നടക്കേണ്ടി വരും. ഇറങ്ങണ്ട, പോയേക്കാം. ഇറങ്ങി അതേയാണോട് മിണ്ടേണ്ടി വരും. വണ്ടി എടുക്കണോണി. എക്സ്ക്യൂസ് മീ പാട്ടി, കൂണൂർക്ക് പോന വഴി ഇത് താനേ? അയ്യേ, ബൂമർ പയ്യന്നാ എന്നെയാ? ഇത്ര എങ്ങായി എന്നെ? അവര് പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ വഴി ചോദിച്ചു പോകണ്ടേ? അങ്ങനെയൊക്കെ അല്ലേ സിനിമയിലും. കാറി കയറട പൊട്ടാ, ഞാൻ എടുത്തോളാം. ഇനി ഭയങ്കരത്തെ സ്റ്റേറ്റ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് ഒക്കെ ഉണ്ട്. യൂറോപ്പിലെ തേയിലത്തോട്ടം പോലെ ഉണ്ടല്ലേ? യൂറോപ്പിലെ തേയിലത്തോട്ടം നിനക്കറിയാം അല്ലേ? ടോണി, ഫോട്ടോ ഒന്ന് കാണിച്ചേടാ. അങ്ങോട്ട് തന്നെയല്ലേ ചെല്ലുന്നത്. ടോണി, വണ്ടി എടുക്കടാ, ലേറ്റ് ആക്കണ്ട. എന്റെ പൊട്ട ഫോട്ടോ ഡാഡി പാസ്പോർട്ട് കൊടുത്ത നോക്കട്ടെ. ഇത് കുഴപ്പമില്ല മോളെ, മോളിതിൽ സുന്ദരിയാ. അല്ല, എന്റെ ഐലാഷസ് ഒന്നും ഒരു ഭംഗിയില്ല. ഐലൻ ചേച്ചിയും ഫോട്ടോയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞേ. ഇത് കൊണ്ട് ഞാൻ കാനഡയിൽ പോവില്ല. ഡാഡിക്ക് ഒരു ബ്യൂട്ടി സെൻസ് ഇല്ല. ആയിരക്കുട്ടി, ഡാഡി പറയുന്നത് കേക്ക്. അമ്മയെ കാണാൻ പോണ്ടേ നമുക്ക്? നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ അമ്മ കാത്തിരിക്കുമല്ലേ? മോളെ ഈ പാസ്പോർട്ടിൽ എക്സ്പയറി ഡേറ്റ് കണ്ടു. 5 വർഷം കഴിയുമ്പം ഈ പാസ്പോർട്ട് എക്സ്പയർ ആവും. അപ്പം മോൾക്ക് ഇഷ്ടമുള്ള പോലെ നല്ല ഫോട്ടോ എടുത്ത് വെക്കാമല്ലോ. എന്നാ അതുവരെ ഡാഡി വെച്ചോ ഈ പാസ്പോർട്ട്. 36-ാം വയസ്സ് മുതൽ എൻ്റെ തലയ്ക്ക് മുകളിലെ കുപ്പിച്ചില്ലുകളും ഓട്ടനക്ഷത്രങ്ങളും മാറുമെന്ന് പ്രവചിച്ച ജിതേന്ദ്രൻ തിരുമേനി ഉൾപ്പെടെ അത്യാവശ്യം ഫാൻ ഫോളോവേഴ്സ് ഉള്ള 3-4 ജ്യോത്സ്യന്മാരെ ആരും അറിയാതെ പോയി കണ്ടു കുറിച്ചെടുത്ത ഈ ദിവസം ഇവൻ്റെ കല്യാണം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞങ്ങൾ ഇന്നലെ രാത്രി പാലായിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു ട്വിസ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേയില്ല. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ നിന്നപ്പം പുറപ്പെട്ടു, വരുന്ന വഴിക്ക് മുള്ളിയ ക്ലീശ ചോദ്യങ്ങളുടെ കുത്തൊഴു. ഈ ചെവലപ്പിലാന്റെ ഭാര്യയെ കാണാൻ കാനഡയ്ക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ?
എനിക്ക് ഈ ലോകത്ത് വിശ്വാസം ഇല്ലാത്തതായിട്ട് ഒരുത്തനേ ഉള്ളൂ, അതിവന. ആ ഇവനെ വിശ്വസിക്കാൻ ഒരു പെണ്ണ്, അത്ഭുതാവഹം. ഇത് അനിയൻ അല്ലേ? അല്ല ഞാൻ ഇത് ഡെയ്സിയുടെ അനിയനാ, അളിയൻ. ആ കൊച്ച് എൻ്റെ മോളാ. അവള് ഇന്നൊരു ഇച്ചിരി വഴക്കാളിയായിട്ടിരിക്കുക. ഓ എൻ്റെ അനിയത്തിയും വരുന്നുണ്ട് കൊച്ചിന്ന്. ഉച്ചയാകുമായിരിക്കും. രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു. ഇത് എൻ്റെ അനിയത്തി മോൻസി. ടോണി തോമസിന്റെ ചേച്ചിയുടെ മോനല്ലേ? ആ അതെ 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 അതെ. ഈ പാലായി നിങ്ങൾ കൂനൂർക്ക് മാറിയിട്ട് ഇപ്പം അയലിൻ UK പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ബംഗ്ലാവാ. നിങ്ങളന്ന് പെണ്ണ് കാണാൻ വന്നില്ലായിരുന്നു? അതാണ് തറവാട്. അവിടെ ഇപ്പൊ ആരും ഇല്ല. പിന്നെ ഒരു അനിയനുള്ളത്, അവൻ റിസോർട്ട് ബിസിനസ് ഒക്കെ ആയിട്ട് ആലപ്പുഴയും ബാംഗ്ലൂരൊക്കെ ആയിട്ടാ ജീവിതം. കേട്ടിട്ടുണ്ടാവും, അലോഷി പൈങ്കാരത്ത് റിസോർട്ട്സ്. ആ അത് ശരി. ഈ കായൽ മത്തൻ എന്ന് വിളിക്കുന്ന അവൻ അങ്ങനെ ഒരു പേരും ഉണ്ട്. എന്നാലും ഇടവക പാലായില്ല. അതാ കല്യാണം പാലാപ്പള്ളിയിൽ വെച്ച് മതി എന്ന് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൊലി അറിയാതെയാണോ കല്യാണം ഉറപ്പിച്ചത്? ഞങ്ങളുടെ യഥാർത്ഥ ഇടവക പാല കത്തിരിപ്പള്ളി തന്നെയാ. ഇതിപ്പം റിസോർട്ടായി കഴിഞ്ഞാൽ തിരിച്ച് പാലായിക്ക് വരുമായിരിക്കും അല്ലേ? ഇതും റിസോർട്ടാക്കാനുള്ള പ്ലാൻ അലോഷിയുടെ. പിന്നെ അയലീനും താല്പര്യമുള്ള ബിസിനസ് ആയതുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു. പിന്നെ ഞാനും ഡേയ്സിയും. മുകളിലേക്ക് നടക്കുമ്പം ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് മാറും. ശിഷ്ടകാലം ഇനി അവിടെ തന്നെ. ഇയാൾ എന്തൊരുമാതിരി ഡ്രാമ ഡയലോഗ്. ഈ കാശെല്ലാം കൂടി ഇയാൾ എന്ത് ചെയ്യുവോ? ഇനി ഇവനെങ്ങാനും കിട്ടുമോ? എങ്കിൽ സ്ത്രീധനം മേടിച്ചിന് ഒറ്റൂടെ പട്ടി നിന്നെ. പഴയ ചില മലയാള സിനിമകളെ പോലത്തെ ഒരു വൈബുൾ വീഡിയോ എസ്റ്റേറ്റ് ഒക്കെ, ഈ കിലുക്കം, മിന്നാരം, കുബേരനൊക്കെ. പക്ഷേ ഈ ലൊക്കേഷൻ മലയാള സിനിമ കണ്ടിട്ടില്ല. ഷൂട്ടിംഗ് കൊടുക്കുന്നോ സേവരേട്ടാ? തന്റെ പടം ഓണായോ? ഓണായി ഇല്ല, ഓണവും. തിങ്കളാഴ്ച ഒരു പ്രൊഡ്യൂസറുടെ മീറ്റിംഗ് ഉണ്ട്. ഓണം ഉടനെ. പ്രോജക്റ്റ് ഒക്കെ റെഡിയാണ്. ഓണവും ഉടനെ. ആ ഓണാക്കാനുള്ള സ്വിച്ച് കാണുന്നില്ലെന്നാ പറഞ്ഞേ. വർഷം 11 ഓണാക്കാൻ നോക്കുന്നു. ഒരു സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ പാടെന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി ക്രിഞ്ചിക്കുന്നതിലും എളുപ്പം ഇമാതിരി കോമഡിക്കൊക്കെ ചിരിച്ചു കൊടുക്കുന്നതാ. ഇയാളെ കൊന്നിനെ തന്തയില്ലാത്തവനാക്കി ഞാൻ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. നല്ല തണുപ്പും കോടമഞ്ഞോ, ഒരു ജാക്കറ്റ് വേണ്ടേ? തണുപ്പൊക്കെ ശീലമായിരുന്നു. ഇതിപ്പോ ഒരു കാറ്റടിക്കുമ്പോൾ അങ്ങ് പൊക്കോളും. തനിക്ക് എന്തെങ്കിലും മേടിക്കാൻ ലണ്ടനിലെ ഒരു ഷോപ്പിംഗ് സെന്ററിലൂടെ നടന്നപ്പം അവിടെ ഒരു മാനിക്കൻ ഇട്ട് കണ്ടിരുന്ന എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഈ ചന്ദ്രനിലേക്ക് പോകുന്നവരിടുന്ന കൂട്ട് സാധനങ്ങളൊക്കെ എനിക്ക് നല്ല ഇറച്ചിയാണ്. ഡേവിസ് സ്വെറ്റ് സൈലന്റ് സേവിയർ പൈങ്കാരത്ത്. അങ്ങനെ നമ്മുടെ കല്യാണമായി. രജിസ്ട്രാർ ഇങ്ങോട്ട് വരുമോ? നമുക്ക് എന്തിനാ ചാടാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓ അതൊക്കെ സെറ്റാന്നേ. രജിസ്ട്രാർ ഉച്ച കഴിഞ്ഞെങ്കിൽ എത്തും. പപ്പയുടെ ഫ്രണ്ടില്ലേ ജോർജങ്ങള്, അന്ന് പെണ്ണ് കാണാനുണ്ടായിരുന്നേ. പുള്ളി എല്ലാം സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓഹോ, വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ കഴിഞ്ഞു കിട്ടിയാൽ മതി. വേറെ എന്ത് കോംപ്ലിക്കേഷൻ? ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് 4 ആഴ്ച കഴിഞ്ഞു. ഡോക്യുമെന്റ്സ് നോക്കി സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമുള്ളൂ. പള്ളി കെട്ടുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്പൗസ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കും. പിന്നെ പള്ളി കെട്ടിയാൽ എന്ത്, കെട്ടിയില്ലേലെന്ത്. ഞാൻ ഓടിയെത്തിയപ്പോഴേക്കും ഫ്ലൈറ്റിന്റെ പാട്ടിന് പോയി. അയ്യോ, അതെന്താ അങ്ങനെ? എമിറേറ്റ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നല്ലാണ്ട് അവർ എന്നെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ UK പോക്ക് ചത്താലും മറക്കത്തില്ല. വെറുതെ ഇരുന്നിരുന്ന ശരീരമല്ലേ. ഓടി കഴിച്ചെത്തിയപ്പോഴേക്കും വായിക്കൂടെ നൊരയും പതയും വന്നു. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഇന്നലെ ഓൺലൈനിൽ പൗഡർ മേടിക്കാനായിട്ട് പൗഡർ സെർച്ച് ചെയ്തപ്പോൾ പൗണ്ട് നായിപ്പോയി. നോക്കിയപ്പോൾ ഒരു പൗണ്ടിന് 102 ഇന്ത്യൻ റുപ്പീസ്. അവിടെ സാലറി എത്രയുണ്ട്? ലോൺ എന്തെങ്കിലും ഉണ്ടോ ഓൾറെഡി?
വിളിക്കുന്നുണ്ടോ? ഞാൻ ഓൾറെഡി വിളിച്ചു കേട്ടോ. എല്ലാം ഇടിഞ്ഞു വീഴാൻ പോവാണ് ഗൈസ്. ഓ മോണിക്ക, അച്ഛന്റെ ചേട്ടന്റെ മോള്. പിന്നെ കല്യാണം വിളിക്കാതിരിക്കാൻ മോനിഷ പറ്റുമോ? നമ്പ്യാർ നമ്മുടെ കൂടെ സ്കൂളിലുണ്ടായിരുന്നേ. ആ അറിയാം, ആ മോനിഷ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പോലെ UK യിലേക്ക് വന്നതേ. ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു കാലം ജോലി ചെയ്തായിരുന്നു. ഇങ്ങോട്ട് വരുന്ന കല്യാണക്കാരൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാ ഡേവിസിന് കല്യാണം ആലോചിച്ചിരുന്നു എന്നും വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തോണ്ട് നടന്നില്ല. ഡേവിസിന് ഭയങ്കര ഇഷ്ടമായിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോ ജോലിയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? ജോലി ജോലിയൊക്കെ കണക്കാതെ കൃത്യമായി ശമ്പളം കിട്ടുന്നതുകൊണ്ട് മാത്രം കുളിച്ചൊരുങ്ങി പൊട്ടും കുത്തി പോകുന്നു. എന്നെക്കാളും പ്രായത്തിന് തൊട്ട് തള്ളാരാന്നേ കൂടുതലും. പിന്നെ ഒരു മലയാളിയുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചൊരു മനുഷ്യരോട് മിണ്ടത്തില്ല. ആ കൂട്ട് ഞാനുമായിട്ടാ. ഡിനോയ് എബ്രഹാം. ഈസ് എ ക്യൂട്ടസ്റ്റ് ഇൻ ദ ബിൽഡിംഗ്. ക്യൂട്ട് എന്ന് പറയുമ്പോ അതല്ല, നമ്മുടെ കല്യാണം ഇന്ന് എന്തായാലും ലീഗലി രജിസ്റ്റർ ആകുവാണല്ലോ. വൈകിട്ടൊന്ന് പുറത്തു പോയാലോ? എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും തിരിച്ചു വരാം. വല്ല ട്രക്കിങ്ങും ആയിരിക്കും. ഞാനെങ്കിലും ഈ തണുപ്പത്ത് മല വലിഞ്ഞേറെ. അതുമല്ല, കൂണൂർ ടൗണിൽ തന്നെ ഒരു ഓയോ ഹോട്ടലുണ്ട്. ഓ, നമുക്കിന്ന് പ്ലാനിങ് ഒക്കെ കേട്ടിട്ട് പഴയ ഓയോ കിങ് ആയിരുന്നു തോന്നുന്നല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശരിക്കും മനസ്സിലായി. ദേ ഇവിടെ ഉണ്ട്, കൊടുക്കാം. കുഞ്ഞാൻ്റെ അമേരിക്കന്ന്. ആ, ഡാൻസോ? ആ, ഞങ്ങളൊരു വലിയ ഗ്രൂപ്പ് കാണും ഫ്രം അമേരിക്ക. പിന്നെ ഹൽദിക്ക് എല്ലാരും യെല്ലോ ടീമാണ്. ഓക്കേ, മഞ്ഞയോ? ഞങ്ങൾ എന്താ കൊണ്ടുവരണ്ടേ അമേരിക്കന്ന്? ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അങ്ങോട്ട് വന്നുവിടാ ഒരു മലയാളം ഡിക്ഷണറി. നമ്മൾ വിസയുടെ കാര്യം സംസാരിച്ചോണ്ട് നിൽക്കില്ലായിരുന്നോ? ഇന്നത്തെ ദിവസം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്ക് അറിയത്തില്ലേ? നീ ഈ ഫേസ് ടൈം കളിച്ച് നിൽക്കുക. ഈ പേക്കൂത്ത് കാണാനാണോ പാലായിന്ന് പലകാല വെളുപ്പിന്നെ പന്നിക്കൂട്ടം പോലെ ഞങ്ങൾ പാഞ്ഞു വന്നത്? കതിർപ്പള്ളിയിലെ പെരുന്നാളാ, രഥവും തുള്ളതാ. അത് വിട്ടിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്ന് വീതം 3 നേരം ഒരു വർഷത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെഴുകാനുള്ള ഫോട്ടോസും റീൽസും കിട്ടുമെന്നാ അവൻ പറയുന്നത്. അതൊക്കെ അവൻ തമാശ പറയുന്നതല്ലേടി. പക്ഷേ ഒന്നുകൂടി ആലോചിക്കണല്ലേ നിനക്ക് ആലോചിക്കാം. എന്താ കാര്യം കൃത്യമായി പറഞ്ഞി. അമ്മേ, അങ്ങനെ ഒരു സോളിഡ് റീസൺ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് അറിയത്തില്ല. ജിമ്മി പോക്ക്, ഡയറ്റ്, ഓൺലൈൻ സാരി തപ്പ്, സൗന്ദര്യ സംരക്ഷണം, ഇതൊക്കെ കഴിഞ്ഞിട്ടും റിസപ്ഷൻ എൻ്റെ ഒരു ചിരിച്ച ഫോട്ടോ കിട്ടാൻ പാടായിരിക്കും. അത്രേ ഉള്ളൂ. എന്ത് പറ്റിയായാലും ചേച്ചി എല്ലാ കിന്നാരും അറിയണം അല്ലേ? ചേച്ചിന്റെ മാരേജ് സർട്ടിഫിക്കറ്റിലും പൊട്ട ഫോട്ടോ ആയിരിക്കും എന്ന് പറഞ്ഞ. ഒരൊറ്റ അടിയങ്ങ്. മോൾ അവിടെ പോയി കളിച്ചേ. എന്നാ ഒന്നുമില്ല മാഡം, അവിടെ എങ്ങാനും പോയി ഇരുന്നോളാം. തോമസ് ചേട്ടാ, എന്തോ പ്രശ്നമെന്നാ പറഞ്ഞേ? അത് അമ്മാച്ചൻ അയലിന്റെ പപ്പയോട് പറഞ്ഞോളൂ. കേരളത്തിലെ ഏതെങ്കിലും സ്റ്റേഷനിലെ CI അതിൽ പുളകിതനാവണ്ട. എടാ അളിഞ്ഞു, പേര് വിളിച്ചാ മതി. എന്നാ ടോണി, എന്റെ പെങ്ങളുടെ മകളുടെ കല്യാണക്കാരുവാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ആൽഫ്രഡേ, പണ്ട് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത്. പാലാപട്ടണം എന്ന് പറഞ്ഞാൽ ടോണി മത്തങ്ങാപ്പറമ്പിൽ, ടോണി മത്തങ്ങാപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ പാലാപട്ടണം. അങ്ങനെ ഒരു മൂഢസങ്കല്പത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് സംഘത്തിലെ കുട്ടപ്പായുടെയും അങ്കമാലിയിലെ പെപ്പയുടെ ഇൻസ്പിറേഷന് സെന്റ് തോമസ് കോളേജിലെ നമ്മുടെ ചില പിള്ളേരുടെ ഒരു തല്ലുകേസിന് പോയി. ബസ്സിൽ വെച്ച് കോളേജിലെ പിള്ളേരുടെയും ടീച്ചർമാരുടെ റീൽസ് എടുത്ത് ഞരമ്പോത്സവം നടത്തുന്നവന്മാരെ കാണുക എന്ന മോസ്റ്റ് ക്ലീഷേ ഉദ്ദേശമേ ഉണ്ടായിരുന്നു. പക്ഷേ കളി കുറച്ച് കൂടിപ്പോയി. അന്ന് ഇയാളായിരുന്നു പാലായിലെ CI. അതുവരെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. ഇല്ല, ആ കഥയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. തോമസേ, എന്നാ പ്രശ്നം? ഒരുമിച്ച് ഒരേ സ്കൂളിൽ 8 വർഷം പഠിച്ചിട്ട് നമ്മൾ ആദ്യം മിണ്ടുന്നത് ഞാൻ 10 പഠിക്കുമ്പോഴാണ്. അത് സംസാരിക്കാൻ പേടിയായിരുന്നോണ്ടല്ലേ? മഴയത്ത് ഞാൻ ഗ്രൗണ്ടിൽ അടിച്ചു തല്ലി വീണപ്പോ കൂവാൻ പേടിയില്ലായിരുന്നല്ലോ. പിന്നെ റാൻഡം മെസ്സേജസ് എന്റെ ഫോണിലേക്ക് അയക്കാനും. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞങ്ങളുടെ ലാസ്റ്റ് ഡേ കാർഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി തന്നിരുന്നു. അത് ഓർമ്മയുണ്ടോ? മറന്നു പോവാൻ പൈതകോറസ് തീറൊന്നും അല്ലല്ലോ എഴുതി തന്നത്. 5ലും 6ലും എക്സ്ട്രാ ഓരോ വർഷം എടുത്ത് താനപ്പോ +2ല്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4 വയസ്സാണ്. അത് അപ്പൻ അയലിന്റെ പപ്പയോട് പറഞ്ഞപ്പോ മാറിപ്പോയത്. അവര് പറഞ്ഞ കണക്ക് എനിക്ക് തന്നെക്കാളും 3 മാസം പ്രായം കൂടുതലായിരുന്നു. കല്യാണം കഴിഞ്ഞ എന്നാ അയലും ചേച്ചിന്ന് വിളിക്കാനായിരുന്നോ പ്ലാൻ? അതോ ട്രെൻഡിനൊപ്പം പോയതാണോ ഡേവിസ് അണ്ണ? അത് ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയപ്പോ പാലായിൽ വെള്ളപ്പൊക്കം വരുന്നു. +2 കഴിഞ്ഞ് ഞാൻ UK പോയി. താൻ കുതിരവട്ടത്ത് പോളിടെക്നിക്കിന് പഠിക്കുമ്പം 1-2 തവണ കള്ളു പിടിച്ച് എന്നെ വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഞാൻ കുതിരവട്ടത്തല്ല പഠിച്ചത്, കുട്ടിക്കാനത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഓ, അത്
അതിപ്പോ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ല കേട്ടോ, അത് കർത്താവ് കുരിശിൽ കയറി തൂങ്ങി മരിച്ചു എന്നും കർത്താവിനെ കുരിശ് തറച്ചു കൊന്നു എന്നും പറയുന്നത്ര വ്യത്യാസമുണ്ട്. മൈ പോയിന്റ് വാസ് 8 വർഷത്തിന് ശേഷം തന്നെ നേരിട്ട് കണ്ടത് അന്ന് പെണ്ണ് കാണല്ല, പിന്നെ ദേ ഇന്ന് ഇവിടെ വെച്ചു. സേവറേ, അതിൽ മോൾക്ക് നിങ്ങൾ ചെറുക്കനെ തപ്പി ചാകര മാട്രിമോണിയിൽ ഇട്ടു. ഞങ്ങൾ ആലോചനയായിട്ട് വന്നു. കാരണം പിള്ളേര് ഓൾറെഡി അടുപ്പത്തിലായിരുന്നല്ലോ. അപ്പാ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലർക്കും അയച്ച മെസ്സേജ് പ്രേമരോഗ മെസ്സേജ്. ആ അത് അവൾക്ക് അയച്ചു എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് ഞാൻ ഈ കല്യാണാലോചന തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ എല്ലാവരോടും പറയുന്നതല്ലേ. ഓ എടാ, അവള് UK സിറ്റിസനാണ്. ആ പൊന്തന് അമേരിക്കയിലും ദുബായിലൊക്കെ ബിസിനസ്. ഈ എസ്റ്റേറ്റ് തന്നെ 1000 ഏക്കറാ തേയിലത്തോട്ടം. ചായപ്പൊടിക്കൊക്കെ ഇപ്പൊ എന്നാ വില നിനക്കറിയാവോ? ചായപ്പൊടിക്ക് ഇപ്പൊ കിലോയ്ക്ക് ഒരു 200 അല്ല, എന്നാ അവളുടെ പ്രശ്നം? ഡേവിസേ, ഐ ആം ഹാവിങ് എ കോൾഡ് ഫീറ്റ്. സ്കൂളിൽ പൃഥ്വിരാജിന്റെ വോയിസ് ഒക്കെ എടുത്ത് മിമിക്രി ചെയ്ത് സ്റ്റേജ് തകർത്തിരുന്ന ആ ചേട്ടനോട് ഒരു ഇൻഫാറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വല്ലാണ്ട് മാറിപ്പോയിടൂ. അയ്യോ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. വേണേ കേട്ടോ. കമല കൊച്ചിന്റെ നിൽപ്പ് കാണാൻ നല്ല ചന്തവാ. അടുത്ത തവണ ഇച്ചായൻ കാഞ്ഞിരപ്പള്ളിക്ക് പോരുമ്പോ കൊച്ചുകൂടി ഇങ്ങ് പോരെ. നായരെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് തന്നെ വെച്ച്. മതി. മനസമ്മതത്തിന് ഇനി 56 ദിവസം. അത് കഴിഞ്ഞുള്ള ആഴ്ച കല്യാണം. ഇന്നേക്ക് കൃത്യം 90-ാം ദിവസം UK പോവുകയും വേണം. നമ്മൾ ഒരുമിച്ച് വിസ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം അല്ലേ? അയലിൻ UK സിറ്റിസൺ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പാലായ അവിടുത്തെ ബിസിനസ്സൊക്കെ വിട്ട് ഒരു പോക്ക് പോകണ്ടവൻ. എൻ്റെ മോനിനെ യുണൈറ്റഡ് കാഞ്ഞിരപ്പള്ളിയിൽ ആ വട്ടക്കാവിലെ ഡൊമിനിക്കിന്റെ എഞ്ചിനീയറിംഗ് തോറ്റ പെണ്ണില്ലേ, ചുക്ലി, ആഷ്ലി, ആ അവളുമായിട്ടുള്ള കറക്കം അങ്ങ് നിർത്തിയരാം. അതൊക്കെ കോളേജ് കഴിഞ്ഞപ്പോ തീർന്നാപ്പാ. എന്നിട്ടായിരിക്കും രണ്ടും കൂടെ കോട്ടയത്ത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ പോയത്. എന്നിട്ട് സ്റ്റാറ്റസ് വിട്ടു വെച്ചേക്കുന്നു വാട്സപ്പിൽ. അപ്പനെ ബ്ലോക്ക് ചെയ്യാനുള്ള ബോധം പോലും ഇല്ലാത്തവൻ. അത് പ്രണവ് മോഹൻലാലിനെ കാണുന്നു പറഞ്ഞപ്പോ. ഓ, നീ മോഹൻലാലാണല്ലോ ചോദിക്കുമ്പോഴേ പ്രണവിനെ അങ്ങ് കാണിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നപ്പ, എനിക്ക് ഇങ്ങനെ ആന്തരിക മുറിവ് തരല്ലേ. പിന്നെ നീയും നിന്റെ അനിയനും കൂടെ പാലാ പട്ടണത്തിൽ കൂടെ കളപറിച്ച് അടിപറിച്ച് നടക്കുന്നതല്ലാതെ 10 പൈസയുടെ ഗതി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്ന ഫ്ലൈറ്റിന് നിന്നാണേലും അയലിൻ്റെ കൂടെ UK പോക്കണം. നാട്ടിലെ ബിസിനസ് ഒക്കെ ആരും നോക്കിയെടുത്തു അപ്പാ. അയ്യോടാ, ബാങ്കുകാർ മുഹൂർത്തം നോക്കി വെച്ചിരിക്കുന്ന ആ പ്രസ്ഥാനവും മേടിച്ച കാലം മുതൽ പണയത്തിലിരിക്കുന്ന വീടിന്റെ ആധാരവും നോക്കിയെടുത്താൽ എന്റെ മോൻ നാട്ടിൽ നിൽക്കണ്ട കേട്ടോ. പൈങ്കാരത്ത് സേവർമാമന്റെ മകളെ നീ കെട്ടാൻ പോവാന്ന് കുരിശുപള്ളിയുടെ മേളിലിരിക്കുന്ന മേരിച്ചേച്ചി മുതൽ സ്ഥലം MLAക്ക് വരെ അറിയാം. ഈശോ, അവളുടെ അപ്പന്റെ ചേട്ടൻ ചത്തപ്പോളേ 3325 രൂപ റീത്ത നമ്മൾ വെച്ചത്. നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്തതാടാ. ആണോ? എന്നായാലും ഈ കല്യാണം മാറ്റിക്കളയാൻ പറ്റത്തില്ല. അവളുടെ തന്തോടും തള്ളോടും ഞാൻ സംസാരിക്കാം. അവൾ എന്നെ പറഞ്ഞെന്ന് നീ ഒന്ന് തെളിച്ച് പറ. ഓ, വിസ അപ്ലൈ ചെയ്യാൻ ഫോൺ ഉപയോഗിക്കുന്ന ബുദ്ധിമതിന്നേ. അതിനൊക്കെ മുന്നേ ഈ കല്യാണം നടക്കണമെങ്കിൽ എനിക്ക് 2 ഡിമാൻഡ്സ് ഉണ്ട്. ഡിമാൻഡ്സോ? ഇവക്കോ? എന്റെ പൊന്ന് സേവര, പിള്ളേർ ഓരോരോ വട്ട് പറയും. അത് കേൾക്കാൻ നിന്നാലേ കുരങ്ങ് വാവിനെ പിടിച്ച പോലെ നമ്മൾ അങ്ങനെ അങ്ങ് ഇരുന്നു പോകും. എന്റെ ചേട്ടന്റെ മകൾക്കേ എന്നതാടി അവന്റെ പേര്, അവക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞേ, രൺവീർ സിംഗ്. ആ രൺവീർ സിംഗിനെ പോലെ ഒരുത്തനെ വേണമെന്ന് പറഞ്ഞ് നടക്കുക. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ പോലുള്ളവരൊക്കെ ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാനാ. ആ സിംഗ് അല്ല തോമസ്, ഈ സിംഗ്. എന്താടി ഡിമാൻഡ്സ്? കൂട്ടിയിട്ട് കൂടുന്നില്ലെങ്കിൽ പോട്ടെ പുല്ലെന്ന് വെക്കുന്നില്ല ഞാൻ. നമുക്കൊരു കപ്പിൾ കൗൺസിലിങ്ങിന് പോയാലോ? ആയിലിന് ഉദ്ദേശിച്ചത് ഈ പ്രീ മാരേജ് കോഴ്സ് അല്ലേ, പള്ളിയിലെ പരിപാടി? ഓ, പള്ളിയിലെ പരിപാടി പള്ളിയിലിരിക്കട്ടെ എന്നേ. നമുക്കൊരു മെന്റൽ ഹെൽത്ത് ചെക്കപ്പ് ആവാം. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാലോ. അതുകൊണ്ട് ഈ ജാതകമൊക്കെ നോക്കുന്ന പോലെ ഒരു കൗൺസിലിംഗ് സെഷൻ ഓക്കെ ആണോ? കേൾക്കുന്നവർ എന്നെ വിചാരിക്കാം എന്റെ മോന് പ്രാന്താണെന്നല്ലേ. അതിപ്പോ UK വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് വേണ്ടി വരുമല്ലോ. ആ കൂടെ കൗൺസിലറെയോ ഇൻഫ്ലുവൻസറെയോ ആരെ വേണമെങ്കിലും കാണാം. എന്താണ് രണ്ടാമത്തെ ഡിമാൻഡ്? രണ്ടാമത്തെ ഡിമാൻഡാണ് ഇന്ത്യൻ പീനൽ കോഡിനെ ഒരു ചോദ്യം ചെയ്യുന്നത്. ഈ ഡ്രൈവേഴ്സ് ലൈസൻസിലും പാസ്പോർട്ടിലൊക്കെ ഉള്ള ഒരു സാധനം നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിലും വേണം. വികൃതമായ ഒരു ഫോട്ടോ അല്ലേ, അത് ഫിൽറ്റർ ഇല്ലാതെ എടുത്താൽ മതി. നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒരു എക്സ്പയറി ഡേറ്റ് വേണം. ആവശ്യമുണ്ടെങ്കിൽ റിന്യൂ ചെയ്യാലോ. ഇത് ഫാമിലിയോടും ഏറ്റെടുക്കുകയല്ല കേട്ടോ. ദേവു ഈ രാജ്യത്തെ കല്യാണം എന്ന് പറയുന്നതേ ഒരു വലിയ ബിസിനസ്സാ. എടാ, സിനിമയിൽ തന്നെ കണ്ടിട്ടില്ലേ, കല്യാണം കൊണ്ട് ക്ലൈമാക്സാ, പടം കഴിഞ്ഞ്. ഇവളെങ്ങാനും പറഞ്ഞ പോലെ നടന്നു കഴിഞ്ഞാൽ എന്റെ കല്യാണം എക്സ്പയർ ആയിപ്പോയി എന്നും പറഞ്ഞ് കണ്ട ഫോട്ടോഗ്രാഫി ചെയ്യാൻ വരുന്നവരോടും കേറ്ററിംഗ് കാരനോടും മേക്കപ്പ് മാനോടും ഒക്കെ പേര് റീഫണ്ട് വയ്ക്കുന്ന ഒരു അവസ്ഥ വരും. എന്താകും ഇന്ത്യൻ മാരേജ് എക്കോണമി? നിയമപരമായി ഇവള് പറഞ്ഞ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എടുത്ത് വെച്ചേക്കുന്നു നിന്റെയൊക്കെ സൗകര്യത്തിന്. കൗൺസിലിംഗിൽ തെറ്റൊന്നുമില്ല. മാരേജ് സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുമ്പോ ലീഗൽ മാറ്റേഴ്സ് അല്ലടി. അതൊക്കെ അതിനാണല്ലോ അഡ്വക്കേറ്റ് ടോണി ബച്ചൻ മത്തങ്ങ പറമ്പിൽ. ടോണി, നീ മിണ്ടാതെ നിന്നെ. നിന്റെ കല്യാണം ഇങ്ങനെ കാലാവധി വെച്ചെടുത്താൽ നിന്റെ അപ്പനും അമ്മയും സമ്മതിക്കോ?
പാശ്ചാത്യ നാടുകളിൽ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അപ്പൻ്റെ അമ്മയുടെ സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം അറിയിക്കാൻ ഒരു സ്റ്റാറ്റസ് ഇടുക, എന്നിട്ട് പുറകെ ഒരു മെസ്സേജ് ഇടുക, അത്രേ ഉള്ളൂ. കോട്ടയാണോ നിന്റെ പാശ്ചാത്യ നാട്? ഡേവിസേ, താനെന്ത് പറയുന്നു? പാതിരിയാവാൻ പോയവൻ പാത്തുമ്മ കെട്ടിയ അവസ്ഥയാണ്. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് മുടക്കി കളഞ്ഞ നഷ്ടമാ. അപ്പം പറഞ്ഞ് ശരിയാ, നമുക്കിതങ്ങ് സമ്മതിച്ചു കൊടുക്കാം. എടാ നീ എന്നെ ഈ പറയുന്നേ അങ്ങനെ ചുമ്മാ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? നിനക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണോ? ഓ ഓ ഓ ഓ ഓ മോനെ, ഡാ ടോണിപ്പാനൊരു ഉപദേശം തരാം. പേണയെടുത്തു. ഒരാളെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിക്കരുത്. സമാധാനം ഒരു ഇത്തിരി അധികം ഉണ്ടെങ്കിലും ചെയ്യരുത്. കോതമംഗലത്ത് നിന്ന് കിട്ടിയ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്ന് തോന്നല്ലോ. അമേരിക്കയ്ക്ക് അവളുടെ ഫാമിലിയുടെ കൂടെ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഫ്രസ്ട്രേറ്റഡ് പ്രവാസി സിനിമ മൂവിയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് ഞാനും പറഞ്ഞു. അതാണ് സംഭവിച്ചത്. എനിക്ക് അങ്ങനെ ഒരു വിധി കിട്ടുന്നില്ലല്ലോ. നിന്റെ വിധി നിന്റെ കഴപ്പാണ്. എടാ വിഷയത്തിലേക്ക് തിരിച്ചു വാ. കെട്ടിക്കഴിഞ്ഞ് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് അവൾ ഇട്ടിട്ട് പോയാ നീ എന്നെ ചെയ്യും? അപ്പോഴേക്കും ഞാൻ UK സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. പാ വേറെ പാപ്പച്ചൻ വേറെ. കുറച്ച് കാലത്തേക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകാനുള്ള വിദ്യയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എങ്ങനെ? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ അവളുടെ ബർത്ത്ഡേക്ക് നാട്ടുകാരെ കാണിക്കാൻ പോസ്റ്റ് ഇടാം. യു ആർ ദി ലവ് ഓഫ് ദി ബ്ലെസ്സിങ് ഓഫ് ദി കാശുവണ്ടി. പിന്നെ സോപ്പ്, ചീപ്പ്, ചെവിത്തോണ്ടി, പല്ലുകുത്തി, പെർഫ്യൂം, തുണി, ഇതൊക്കെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് എല്ലാ മാസവും സർപ്രൈസ് അടിക്കാൻ കൊടുക്കാം വിത്ത് സെൽഫി. അതൊക്കെ പോരെ? എടാ നാണം ഉണ്ടോടാ നാറി, പരനാറി, ത്രിലോക നാറി. കാശിനും വിസയ്ക്കും വേണ്ടി അവൻ. ഇടോ, എന്റെ അവസ്ഥ അങ്ങനെയാണ്. കണ്ട തുണിക്കടയുടെ ട്രയൽ റൂമിലും എല്ലാവരുടെയും കല്യാണത്തിന് പോയിരിക്കുന്ന ഫോട്ടോയ്ക്ക് വീഡിയോക്കൊന്നും ലൈക്കില്ല. ഓടുന്ന ട്രെയിനിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറി പൊത്തിയടിച്ച് വീഴുന്നവന്മാരില്ലേ ഈ സെൽഫി എടുക്കാൻ പോയിട്ട്, അവന്മാർക്ക് കിട്ടുന്നതിലും കൂടുതൽ ഞാൻ ബൈക്കിൽ നിന്ന് വീണ് കടന്നു പോണ്ടായിരുന്നു. ചോദിക്കാതെ കൊണ്ട വെച്ച വെള്ളക്കുപ്പി ബില്ലിൽ ആഡ് ചെയ്താൽ അതിനെ വഴക്കുണ്ടാക്കാൻ സജ്ജമായ ഒരു മനസ്സുമായിട്ടാണ് എവിടെയെങ്കിലും കഴിക്കാൻ വരെ പോകുന്നത്. ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കണ്ടാൽ ആ ബൈ 1 കാശ് എവിടെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആദ്യമായി IELTS എക്സാം എഴുതാൻ പോയപ്പോൾ എൻ്റെ കൂടെ വെറുതെ കൂട്ടിന് എക്സാം എഴുതാൻ വന്നവൻ്റെ കൊച്ച് ന്യൂസിലൻഡ് സ്കൂളിൽ പോയി തുടങ്ങി. എനിക്ക് ഇതുവരെ ആവശ്യത്തിനുള്ള സ്കോർ പോലും ആയിട്ടില്ല. രക്ഷപ്പെടാനായിട്ട് പള്ളി തുടങ്ങിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അമ്മ വഴി ജീവിച്ചിരിപ്പുള്ള ക്യൂട്ട് മുത്തച്ഛനില്ലേ, അയാളെ ഞാൻ തല്ലിക്കൊന്ന് പുണ്യാളാക്കിയിട്ട്. തനിക്ക് ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഞാൻ എന്നെ വേണ്ടേ? ഡേവിസിന് ഓക്കെയാണ്. നമുക്ക് ഇവരുടെ മാരേജിന് ഇനീഷ്യലി 2 വർഷമേ വാലിഡിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുദ്ര കടലാസിൽ ഒപ്പിടിക്കാം. ഇനീഷ്യൽ വാലിഡിറ്റി കഴിഞ്ഞ് പിരിയാൻ തോന്നിയ ഡിവോഴ്സ് പ്രോസസ് ഇല്ലാതെ തന്നെ ഒരു അനൽമെന്റ് വഴി ഈ വിവാഹം റദ്ദാക്കാനുള്ള ലൂപ്പോൾസ് ഒക്കെ ഞാൻ ഫാമിലി കൊണ്ട് വാദിച്ചോളാം. അത് പ്രാക്ടിക്കലാണോ ടോണിപ്പാനെ? അച്ഛനാണ് സത്യം. വേണമെങ്കിൽ നിങ്ങളുടെ വിവാഹം റദ്ദാക്കി ആ ഫാമിലി കോട്ടി നടന്നു വരുമ്പോൾ റീൽസിന് മ്യൂസിക് നമുക്ക് ഇപ്പം തന്നെ സെലക്ട് ചെയ്ത് വെക്കാം. മരണം വരെ നീ തോർത്താൻ. കല്യാണം കഴിഞ്ഞില്ല, അതിനു മുന്നേ ഡിവോഴ്സിന്റെ കാര്യമാണോ പറയുന്നത്? അത് ഞങ്ങൾക്ക് കല്യാണം നടത്തണ്ടേ അമ്മായി, ആന്റി, ചേച്ചി, അതിന്റെ മമ്മി. ഞങ്ങളതിനെ സമ്മതിച്ചിരുന്നല്ലേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഇത്ര ത്യാഗം സഹിച്ച് എന്തിനാന്നേ ഈ കല്യാണം നടത്തുന്നത്? അയലിനെ മോളെ, നിനക്ക് പൂർണ്ണ സമ്മതമല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാം. അതല്ലേ സേവറേട്ടാ എൻ്റെ ശരി? അല്ല, ഇതെന്നെ കല്യാണം താൻ പോ. അല്ല അത് ശരിയാട്ടോ, നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടെന്ന് വെച്ചാ പോരെ. സെൻസസ് ലിസ്റ്റിൽ അവസാനത്തെ പുരുഷനൊന്നും അല്ലല്ലോ ഇവൻ. ആരോ വന്നല്ലോ. അത് സാറേ ആയിരിക്കും, എൻ്റെ അനിയത്തി. കൊച്ചിന്ന് വരുന്ന ഐലീൻ്റെ ആൻറ്റി ഒരു വക്കീലാന്ന് കേട്ടായിരുന്നു. പക്ഷെ അത് ഹൈക്കോർട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ സാറാ മാഡം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാറാ മാഡത്തെ കണ്ട ആ മൊമെന്റിൽ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്ലാൻ മൂഞ്ചിശ്ശേരി സ്റ്റോപ്പിലെത്തിയത്. സാറാ മാഡം സാഗർ റിലീസ് ജാക്കി പറഞ്ഞായിരുന്നു. പേരെങ്ങനെ? സാറ ആലിസ് ജോഷി. എന്താ ചേട്ടാ ഇവിടെ ഒരു സീരിയസ് കോൺവെർസേഷൻ? എല്ലാവർക്കും മലയാളം അറിയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് തന്നെ പറയാം. പറഞ്ഞു തൊലക്ക് പെണ്ണും പിള്ളേ വിശക്കുന്നു. വിവരക്കേടെന്ന് നാട്ടുഭാഷയിൽ പറയും, തല്ലുകൊളുത്തലെന്ന് പഴമക്കാരും. പക്ഷെ കാലം മാറിയില്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനൊരു അംബീഷ്യസ്ലി റാഡിക്കൽ തിങ്കിങ് ആയി കണ്ടോളാം. രാജപാളയ ലെവൽ ഷോ ആണല്ലോ. എന്തു പറ്റി? ഓ ഒന്നുമില്ല. എവിടെയോ കണ്ട ഓർമ്മ. പേരെങ്ങനെയാടോ? ഞാൻ ഈ മൈർ ഡേവിസിന്റെ കസിനാ, അഡ്വക്കേറ്റ് ടോണി ഇപ്പൻ മത്തങ്ങാപ്പറമ്പിൽ. എന്റെ ചേച്ചിക്ക് മത്തങ്ങാപ്പറമ്പിൽ ചെറിയൊരു പ്രേമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ താനൊരു ലോയറാണ്? അതെ, പക്ഷേ ഞാനൊരു സ്ക്രിപ്റ്റിംഗിലായിപ്പോ. ഏതെങ്കിലും സീരീസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ മഴരത്തെ പോലെ ആരും അസോസിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലാസിക് ഡയറക്ടർ ആവാൻ ഉദ്ദേശിക്കുന്നത്. ഇയാളെ കൊണ്ട്. എടോ ഞാൻ ചോദിച്ചത്, അല്ല അത് പോട്ടെ, താൻ എവിടുന്ന നിയമം പഠിച്ചത്? അതോ ഇനി പണ്ട് പാറ്റ്ന ഹൈക്കോർട്ട് നടന്ന പോലെ ഫേക്ക് സർട്ടിഫിക്കറ്റുമായിട്ട് പണിക്കിറങ്ങിയതാണോ താൻ?
തുണി മുപ്പിക്കുന്നേ. മാഡം പെര കത്തുവാണ്. വിവാഹം റദ്ദാക്കാളെ തന്റെ ലൂപ്പോൾ നന്നായിട്ടുണ്ട്. താങ്ക് യു. തന്റെ അപ്പനും അമ്മയും ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഒരു 10 വർഷം തന്നെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല റിട്ടേൺ ചെയ്യും എന്നൊരു ക്ലോസ് കൂടെ വെച്ച് ഒരു മുദ്രക്കള്ളാസ് ഉണ്ടാക്കിയ തനിക്ക് അവരുമായുള്ള ബന്ധം തീരുവോ? ഈ മൈരനെ എന്ന് കണ്ടോ അന്ന് മുതൽ ഞാനൊരു കൊടുക്കട്ടെ. സാറാമി, നമുക്കൊരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്താലോ? ഓ, ഇതിനിടയ്ക്ക് കുട്ടി പ്രിപ്പയർ ചെയ്തോ? റിട്ട് പെറ്റീഷൻ ഗൂഗിൾ നോളജിനെ തൽക്കാലം ഇഗ്നോർ ചെയ്യാം നമുക്ക്. ആദ്യം ഇത് പഠിച്ചു പാസ്സായി ഈ പണിയെടുക്കുന്നവർ പറയുന്നതോടെ ഒന്ന് കേക്ക്. നിങ്ങൾ ചൂസ് ചെയ്ത സ്പെഷ്യൽ മാരേജ് ആക്ട് അടക്കമുള്ള ഇന്ത്യൻ മാരേജ് ലോസിൽ കാലക്രമേണ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഐലീൻ പറഞ്ഞ പോലെ മാരേജ് സർട്ടിഫിക്കറ്റിലെ എക്സ്പയറി ഡേറ്റ് ഒരു കാലത്ത് വന്നേക്കാം. പക്ഷേ ഐ എം ഷുവർ ഇന്ത്യ വുഡന്റ് ബി ദ ഫസ്റ്റ് കൺട്രി ടു ഓഫ് ദാറ്റ് ചേഞ്ച്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോ ആയിരുന്നു. ഈ പൊട്ടനെ ഒന്ന് കെട്ടിക്കാൻ എന്തൊക്കെ കേൾക്കണം. ഐലീൻ, എടി നീ പറഞ്ഞ കാര്യം ലോകത്ത് പലയിടത്തും ഡിബേറ്റ് ചെയ്യപ്പെടുന്ന വിഷയമാണെന്ന് എനിക്കും അറിയാം. പക്ഷെ മാരേജ് ഇസ് കൺസിഡർഡ് ടു ബി എൻ എറ്റേണൽ എഗ്രിമെന്റ്. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പാർലമെന്റ് അതിനെ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ്, ഈ കല്യാണം കഴിക്കാതിരിക്കുക എന്നൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്കുണ്ട്. ആ മതി, നമുക്കിനി ലഞ്ച് കഴിക്കാം. ആ അതൊക്കെ ടോണി, കേക്ക് റെഡി ആട്ടോ. ടോണിക്ക് എന്തിനാ കേക്ക്? ടോണി ചേട്ടൻ ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു. എന്തിന്? ബർത്ത്ഡേ അല്ലേ, കേക്ക് വേണമെന്ന്. ബർത്ത്ഡേയോ? ആരും ഓർത്തില്ല, പക്ഷെ ഞാൻ ഓർത്തു. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അഡ്വക്കേറ്റ് മിസ്റ്റർ മത്തങ്ങ പറമ്പൻ. ഓ താങ്ക് യു. പിറന്നാൾ ആശംസകൾ ടോണി. ഹാപ്പി ബർത്ത്ഡേ ടോണി അങ്കിൾ. താങ്ക് യു മോളെ. ഡേവിസേ, വൈൻ എന്തേലും വേണോ? ഇല്ല, മദ്യപാനം ഇല്ല കേട്ടോ. അതൊഴികെ ബാക്കിയവ അതിലും കുടിക്കാറുണ്ടോ? ഉണ്ടായിരുന്നു, 1.5 വയസ്സായപ്പോ അമ്മ നിർത്തിച്ച്. അയ്യേ, നിനക്ക് കറക്റ്റ് വൈബാണല്ലോടാ. തോമസ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പക്ഷെ ഫൈനൽ ഡിസിഷൻ ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും വിടുക. അതെന്നെ അങ്ങനെ പറഞ്ഞത്? തോമസ് ചേട്ടാ, നമ്മളൊക്കെ ഈ നാട്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളവരല്ലേ. അഴിയേണ്ടത് അഴിയും, മുറുകേണ്ടത് മുറുകും. പിള്ളേർ രണ്ടുപേർക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാമെന്ന്. ഇവനും ആലപ്പടക്കം പോലെ സമ്മതമല്ലേ? ചുമ്മാ ഇരിക്കപ്പാ. ഐലിൻ, മോളെ എനിക്ക് നല്ലപോലെ ഇഷ്ടമാണ്. മോൾക്ക് കല്യാണത്തിന് കാലാവധി വേണമെന്ന് പറയുന്നൊരു കാരണം കാണുമല്ലോ. ഡേവിസിന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. ഇവന്റെ അമ്മ മരിക്കുമ്പോ ഇവന് വയസ്സ് 1, എനിക്ക് 8. ഞാനും മേഴ്സി ചേച്ചിയും ടോണിയുടെ അമ്മ ഞങ്ങളാ നോക്കിയ ഇവനെ. ഡേവിസിനാണെങ്കിൽ ബുദ്ധിയും ഇല്ല, കാണാൻ ഭംഗിയും ഇല്ല, പഠിക്കാനൊട്ട് കഴിവും ഇല്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞവരെ പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഒരിടത്ത് ഇരിക്കാനും അറിയത്തില്ല. ചെറുപ്പത്തിൽ ഇവൻ അണ്ടർവേൾഡ് ആയിരുന്നു എന്നാ ഞങ്ങൾ ഓർത്ത്. ഇൻട്രോവേർട്ട്. ഞങ്ങളുടെ ഒക്കെ നോട്ടത്തിന്റെ പ്രശ്നമായിരിക്കും അയലിന് ഇവനെ ഇഷ്ടപ്പെടാത്തത്. മോൺസി അങ്ങനെ കാണണ്ട അതിന്. അവർ ചെറുപ്പം പോലെ അറിയാവുന്നവരല്ലേ, അവർ തീരുമാനിക്കട്ടെ. വേണമെങ്കിൽ ഇന്ന് റെസ്റ്റോറൻറ്റ് വരണ്ടെന്ന് പറയാം. കല്യാണം കുറച്ചുകൂടെ നീട്ടി വെക്കാന്നേ. വീണ്ടും മൂഞ്ചിശ്ശേരി പഞ്ചായത്തിൽ തന്നെ. കൂട്ടിയാൽ 9 കിട്ടുന്ന ദിവസമായിരുന്നു ഇന്ന്. തീയതികളൊക്കെ ഇനിയും വരില്ലേ തോമസ്? അല്ല, രണ്ടാമത്തെ മോനെ കാണാറില്ലല്ലോ. ബാംഗ്ലൂർ പഠിക്കാൻ പോയതാ, പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ നാട്ടിലേക്ക് വരത്തില്ല. നാണം കേട്ടവനാ. കാശും തുണിക്ക് തീരുമ്പോൾ വന്നോളും. ഡേവിസേ, സംടൈംസ് എ ബിറ്റ് സ്ലോ. കുറച്ച് ഓവർവെൽംഡ് ആയിപ്പോയി. നാട്ടിലെ ചട്ടങ്ങൾ അനുസരിച്ച് നടക്കട്ടെ എന്നേ കാര്യങ്ങൾ. ലെറ്റ്സ് ഗെറ്റ് മാരീഡ് ആൻഡ് ഗ്രോ ബിയർഡ് ടുഗദർ. ഡിലീറ്റ് ഫോർ എവരിവൺ പോലെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഞാൻ. ദോഷം പറയരുതല്ലോ, എനിക്ക് നല്ല മാരേജ് ആങ്സൈറ്റി ഉണ്ട്. പിന്നെ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞ് താൻ എന്നെ പാനിക്കാക്കി. കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഞാനൊരു ടോട്ടൽ സ്ട്രേഞ്ചർ അല്ലല്ലോ എനിക്ക്. നിങ്ങൾ ചേട്ടന്മാരും ചേച്ചിമാരും കോളേജിൽ പാടിയിരുന്നൊരു തമിഴ് പാട്ടില്ലേ? +2 കഴിഞ്ഞ് UK പോയ ആൾക്ക് എങ്ങനെ ഞങ്ങളുടെ കോളേജിലെ പാട്ടറിയാം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ സിറ്റുവേഷൻ ഒട്ടും മാച്ച് ആവത്തില്ല. സാരമില്ല, അത് ഞാൻ സഹിച്ചു. പോയി കുളിച്ച് ബ്ലാക്ക് ഇട്ട് മോണോക്രോമി വാ.
എനിക്ക് ആ പാട്ട് ഒന്നോടെ കേൾക്കണം. விரட்டுங்க நாங்க கிங் ஆஃப் பேங்க ஆட்டம் மேட் இன் பாங்க ஒன்ஸ் மோர் கேளு மச்சா விரட்டுங்க நாங்க கிங் ஆஃப் பேங்க ஆட்டம் மேட் இன் பாங்க ஒன்ஸ் மோர் கேளு இரு என்னடா சொல்ற? ஐயோ நாலேஜ் எல்லாம் காலேஜ் வந்தா சினிமா போனா ஆடும் பொண்ணு தங்க தட்டு பாட்டா நீயும் கைய தட்டு சூட்டா இப்போட்ட பரசட்டு வாட்டா ஒரு காட்டு காட்டு நீ நிக்காம நிக்க பூமரவ நீ சிக்காம சிக்க ரூமரவ நீ கிக்கேத்தி தக்க வைக்க கேமரவ நான் சொல்ல மிக்ஸ்டா மச்சா மாமா பண்ணாது அலும்பா மக்காது தப்புச்சில் சிலம்பா நாலுக்கா விட்டா லொக்காவும் மனசா புக்ஸா விட்டா பட்டர்ஃப்ளைஸா நீங்க தானே சாஷி? സാക്ഷി അല്ല മോൻസി. മോൻസി എങ്ക തേവല്ലേ? അതുപോലെ നീ ആരാണ് പെട്ടത്? അവന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ. ആ വായ നോക്കിയിട്ട് കല്യാണം മുടങ്ങി എനിക്ക് കോപ്പ. இந்த சர்டிபிகேட் கொஞ்சம் ப்ரூஃப் பண்ணுமா? അതെ മനസ്സിൽ വയ്ക്കാവോ? കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ ചില കഴിവ് ഒരുപാട് ഏറിപ്പോയവന്മാരുണ്ടായിരുന്നേ. പരീക്ഷയുടെ തലേദിവസം ബാക്കിയുള്ളതിന് എവിടെയെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഏതെങ്കിലും മൂലക്കിരുന്ന് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം മിസ് കിട്ടിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കും. അതിന്റെ ട്രോമ റെസ്പോൺസ് അതുകൊണ്ട് മനസ്സിൽ വായിച്ചാൽ മതി. സോറി, മനസ്സിൽ மனச திறக்கும் ஐஸு புக்ஸ திறந்து பார்த்தா லைட்டா ஜர்க்காகுது பல்ஸு கண்ணுக்குள்ள என்ன மின்னுறது காதல் டியூப்லைட்டா நெஞ்சுக்குள்ள மின்னல் கண்ணடிக்க டீனேஜ் ஹைலைட்டா ரெண்டு ஹார்ட் போட்டு மேல வந்து சேரும் லைஃப் ஸ்டார் வாழ ஏடும் பொண்ணு தங்க தட்டு வாத்தா நீயும் கைய தட்டு சூடா இப்பட்ட வர தட்டு வாடா ஒரு காட்டு காட்டு நீ நிக்காம நிக்க பூமராவே நீ சிக்காம சிக்க ரூமராவே நீ கிக்கேது தக்க வைக்க கேமராவே நான் சுல்தான் மிக்ஸ்டா மச்சா மாமா பண்ணாத அலும்ப மக்கா சித்தப்போ காட்டாத சிலம்பா நாலுக்கா புட்டாலாக்காவும் மனசா நிக்கா புட்டா விண்ணாவும் பெருசா கிரிஞ்சா சாஞ்சா கில்ல மாப்பி ஃப்ரிஞ்சா வாஞ்சா மாப்பிக்கு ஹாப்பி கல்பி திக்காத குல்ஃபி சைட்டா பைட்டா தர்பட்ட சைபி യു കെ ചെന്നിട്ട് ആദ്യം കിട്ടിയ ജോലി ഒരു ചൈൽഡ് കെയർ സെൻ്ററിലായിരുന്നു. ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ തീരുമാനിച്ചു പിള്ളേരും വേണ്ട ഒരു പുല്ലും വേണ്ടെന്ന്. പക്ഷേ ഇപ്പം അതൊക്കെ മാറി കേട്ടോ. പിള്ളേരൊക്കെ വേണം. അപ്പൊ റെസിപ്പിയോട് ചോദിക്കുക, സ്കോട്ട്ലാൻഡിൽ ഉണ്ടാക്കുന്ന കളി സ്കോച്ച്. അപ്പൊ ബ്രാൻഡി എവിടെ? അയ്യോ അതാണ് വിറ്റ്. വിറ്റില്ലായിരുന്ന ഞാൻ വിറ്റ് തന്നെ. ഇങ്ങോട്ട് മാറി നിന്ന് കളി പോലീസാരാ സാറാ മേഡം. എന്താടാ ഇത്? ഇത് ഇട്ടുകൊണ്ട് നിന്റെ ശവം എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഏത് കളർ തുണിയെന്നാ ഞങ്ങൾ FIR എഴുതേണ്ടത്? വർണ്ണ പകിട്ടാർന്ന ശവം എന്ന് എഴുതിക്കോ. മാഡം, ഒരു പക്ഷേ ഡേവിസ് വയലിന് നാളെ ഒരു ഡിവോഴ്സ് ആപ്ലിക്കേഷൻ ഫാമിലി കോർട്ടിൽ വെക്കേണ്ട അവസ്ഥ വരണം. ആ കൂടെ വിവാഹ സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് വേണമെന്നും പറഞ്ഞൊരു റിട്ട് പെറ്റീഷൻ നമുക്ക് ഹൈക്കോടതി കൊടുത്തൂടെ? എന്ത് കൊടുക്കാനാണോ അങ്ങനെ ഒരു റിട്ട് പെറ്റീഷൻ? മാഡം റിട്ടിലാണ് കയറി പിടിച്ചേ. സാരല്ല, മറ്റെടുക്കാം. കേട്ടോ,
2012 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം 1,00,000 കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ 7,000-ഓളം കേസുകൾ ഡവറി ഹോമിസൈഡ് ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടവയാണ്. നാളിത്ര കഴിഞ്ഞിട്ടും കണക്കുകൾ കൂടുന്നതേ ഉള്ളൂ. വിവാഹ സർട്ടിഫിക്കറ്റിൽ കാലാവധി ഉണ്ടെന്ന വ്യവസ്ഥയിൽ ബന്ധം വേർപിരിയാൻ ഈ രാജ്യത്ത് ഒരു വ്യക്തിക്കും കോടതിയുടെയോ വക്കീൽ ഓഫീസിനോ മുമ്പ് ചെന്ന് കാത്തു കെട്ടി നിന്ന് ഇലിമ്പിക്കാൻ പരമായി നിൽക്കേണ്ട അവസ്ഥ വരില്ല. ഡിവോഴ്സ് ലോസ് ഉപയോഗിച്ചാലുണ്ടാവുന്ന കോൺസിക്വൻസ് ഓർത്തിട്ടാണ് പലരും ഇതാണ് എന്റെ ശിഷ്ടകാലം ഓർത്തിട്ട് ഒടുങ്ങാനായിട്ട് ജീവിക്കുന്നത്. ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? അല്ല, അതിപ്പോ അല്ല. പറഞ്ഞു തീർന്നായിരുന്നോ? നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. തന്നെ രസിപ്പിക്കാൻ ഞാൻ വരാട്ടോ, വരാം. അല്ല, നീ ഇതും എടുത്ത് സിനിമാ കഥ കേൾക്കാൻ പോവാണോ? തിങ്കളാഴ്ച സൗത്ത് ഇന്ത്യയിൽ തന്നെ എണ്ണം പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഈ വീട്ടിലാണെങ്കിൽ ഒരു ഫാന്റസി കോർട്ട് ഡ്രാമയ്ക്കുള്ള സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ടോണി പംകിൻലാൻഡ് ഫിലിം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മ പേസക്കൂടാതെ നമ്മ പടം താൻ പേസണമെന്നാണല്ലോ. ആരെങ്കിലും കണ്ടാലേ പടം പേസത്തുള്ളൂ. ഇയാൾ ശരിയാവൂലല്ലോ. എടോ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മാസറിയില് ഇന്റർനാഷണൽ ബ്രാൻഡിൽ ഡിസ്പ്ലേ ചെയ്ത് നടക്കല്, ഇതൊക്കെ ഉണ്ടെങ്കിൽ സിനിമാക്കാരനാവുന്ന ക്രൈറ്റീരിയ ഉള്ള കാലവാ. എന്തെങ്കിലും നല്ല കണ്ടന്റ് ഉള്ള 4 പടം എടുത്തിട്ട് വേണം എവിടെയെങ്കിലും പോയി സൊസൈറ്റി ജീവിക്കാൻ. അപ്പൻ ഉണ്ടാക്കിയിട്ട് അസറ്റ്സിൽ ആരും ദൂർത്തിരിക്കാതെ ഫ്രഷ് ആയി കിടക്കുവാ. നീ മുടിക്കണം. അവന്റെ പടവും കഥയും ഇതൊക്കെ ആരെങ്കിലും കാശ് മുടക്കി കാണുവോടാ? കണ്ടില്ലേ കുത്തിക്കൊല്ലുന്നുള്ള രീതിക്കുള്ള പ്രൊമോഷൻ ചെയ്യും. എടോ, അതിന് ഐലീനും ഡേവിസും ഡിവോഴ്സ് ആകുന്നേ? ഹൈപ്പോത്തറ്റിക്കലിയാണ് മാഡം ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഡിവോഴ്സ് കേസുകൾ ഒരു ചെറിയ പെർസെന്റേജ് എങ്കിലും ഒരു പ്രാസൊപ്പിച്ചൊരു സാധനം എഴുതിയായിരുന്നല്ലോ. നിന്റെയും എന്റെയും സ്വപ്നങ്ങളൊന്നും നമുക്കുണ്ടാകുന്ന കുട്ടികൾ 2, നീ എനിക്കിട്ട മാർക്ക് 3. വീണ്ടും അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. പണ്ട് ഇവന്റെ ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. വിസ കിട്ടാൻ രജിസ്റ്റർ കച്ചേരിയിൽ കെട്ടി നാട്ടിലെ കെട്ടിന് മുമ്പ് പൊട്ടി. പ്രതീക്ഷ തെറ്റിച്ചില്ല. ഐലിൻ ഈ ബന്ധം വേണ്ടാന്ന് ഇപ്പം വിചാരിച്ച അവർക്കത് പറ്റിയല്ല. കാരണം ലീഗലി കല്യാണം കഴിഞ്ഞു. ഇനി 1 വർഷം വെയിറ്റ് ചെയ്യണ്ടേ ഡിവോഴ്സ് ഫയൽ ചെയ്യണമെങ്കിൽ? ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്കത് കിട്ടിയില്ലെങ്കിലോ? പക്ഷെ ഉടനെ ഒന്നും വേണ്ട കേട്ടോ. എൻ്റെ PhD പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിനൊരു 4 വർഷം വേണം. അതൊക്കെ കഴിഞ്ഞു മതി പിള്ളേർ. ഐലീൻ, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട് എന്നോട്. എടോ, റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ്, ഐലീൻ പറഞ്ഞ പോലെ ഒരു കേസ് കോർട്ടിൽ വന്നാൽ തന്നെ അത് നമ്മുടെ ബേസ് കൾച്ചറിനെയും റിലീജിയസ് ബിലീഫ് സിസ്റ്റത്തിനെയും ഒക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഇവന്റ് ആയി കണ്ട് ഹൈക്കോർട്ട് ആ പെറ്റീഷൻ തന്നെ ഡിസ്മിസ് ചെയ്തേക്കാം. വെറും 2% അതിൽ താഴെയാണ് ഇന്ത്യയിലെ ഡിവോഴ്സ് റേറ്റ്. ബാക്കി സമാധാനമായി ജീവിക്കുന്ന 98% ആൾക്കാരെയാണ് ഇതുപോലെയുള്ള പെറ്റീഷൻസ് എഫക്ട് ചെയ്യുന്നത്. ഒരു വർഷം ഏകദേശം 1 കോടി വിവാഹം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണ് ഒരു കണക്ക്. അതിൽ 2 ലക്ഷം ഒരു ചെറിയ സംഖ്യയാണെന്ന് അക്ഷയ്ക്കാനുള്ള ഫിഗറുള്ള ചില പോലീസുകാർ പറയുമായിരിക്കും. ഇവന്റെ ആഗ്രഹങ്ങളൊക്കെ പണ്ട് മുതലേ ഇച്ചിരി കടുപ്പ. എടാ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണെടാ. സ്ത്രീധനം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമായിരുന്നു 961 വരെ. എന്ന് പറഞ്ഞിപ്പോൾ സ്ത്രീധനം മേടിച്ച ഒരു പരാതി കിട്ടിയ താൻ കേസ് എടുക്കത്തില്ലേ? ഈ മാരേജ് ലോയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ അത് മിസ്യൂസ് ചെയ്യും എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യ മിസ്യൂസ് ചെയ്യാത്തായിട്ട് ലോകത്ത് ഒന്നുമില്ല. കുറച്ച് നേരമായി ഒന്ന് പറയണേ. ഹേ, ഐ ഡോണ്ട് ലൈക്ക് കോൺട്രസെപ്റ്റീവ്സ്. എന്നാ കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്ത എനിക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്. അല്ലാത്തപ്പോൾ ജാക്ക് പോട്ട് വിന്നിങ് കുതിരയാണ് ഞാൻ. അതുകൊണ്ട് പ്രിക്കോഷൻ ചിലപ്പോൾ ഐലിൻ കൂടി എടുക്കേണ്ടി വരും. ഓഫ് കോഴ്സ്, മാരേജ് സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് വേണമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആരെങ്കിലും ഒരാൾ കേസ് ഫയൽ ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ടാവും. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാടാ, സാമൂഹിക വിരുദ്ധ സിനിമ ക്രിമി. ഇറ്റ്സ് മോബ് സൈക്കോളജി. ഒരാൾ ഇന്ത്യയിൽ അടിവസ്ത്രം മാത്രം ധരിച്ച് നടുറോട്ടിലൂടെ നടന്നാൽ അയാൾക്കെതിരെ കേസെടുക്കാൻ നിയമത്തിൽ വകുപ്പുണ്ട്. എന്നാൽ ഡെമോക്രസിയിൽ എന്തും ധരിക്കാൻ അനുവാദം വേണമെന്നാവശ്യപ്പെട്ട് ഒരാളൊരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ സോഷ്യൽ മീഡിയയിലും പുറത്തുമായി അതിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ കാണും. അതിനർത്ഥം അങ്ങനെ ഒരു നിയമം വന്നിട്ട് ജട്ടിയിട്ട് റോട്ടിലൂടെ നടക്കാൻ അവരെല്ലാം കാത്തിരിക്കുന്നു എന്നല്ല. അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഐഡിയ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോക്കിംഗ് ബിഹേവിയർ ആണത്. അക്ഷയ് തന്നെ പറഞ്ഞത് പോയിന്റ് ആട്ടോ. ഓക്കെ, എനിക്ക് മനസ്സിലായി. നമ്മൾ എന്തായാലും ഒരു കൗൺസിലിങ്ങിന് പോകുന്നുണ്ടല്ലോ. ഡേവിസ് അപ്പം എന്നാണെങ്കിലും ഈ കാര്യത്തോടെ സംസാരിക്കണം. ഇതൊരു ക്രോണിക് ഡിസീസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ആം പ്രിറ്റി ഷുവർ ഇറ്റ്സ് ക്യൂറബിൾ. ക്യൂർ ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് സൗകര്യമില്ല നീ പറയുന്നവരുടെ അടുത്ത് പോയിട്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയും. ഡേവിസ്, താൻ എന്തിനാണ് ഇത്ര കൽപ്പനാവുന്നേ? തനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് ഫിക്സ് ചെയ്യാൻ സപ്പോർട്ടീവ് ആവുകയല്ലേ ചെയ്യുന്നേ? ഫിക്സ് ചെയ്യാനോ? നീ ആരാന്ന നിന്റെ വിചാരം? എന്ത് ഇരുന്നിട്ടാ നീ കിടന്ന് നെകളിക്കുന്നേ? നിന്റെ മറ്റേ ഓഫീസിലെ ക്യൂട്ട് ചെറുക്കനോട് ഇമാതിരി വർത്താനം പറയുമോ? ഇല്ല, കാരണം അവൻ UK പഠിച്ചു കൊടുന്ന മലയാളിയാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ചാറ്റൊക്കെ ഞാൻ കണ്ടു. ഇപ്പൊ ഇവിടുത്തിരിക്കുന്ന സാരി പോലും അവൻ സെലക്ട് ചെയ്ത് തന്നല്ലേ.
കയ്യിൽ ഞരമ്പുള്ള ചെറുക്കന്മാരെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലും. അവനും അങ്ങനെ ഒരു ഞരമ്പോളിയായിരിക്കും അല്ലേ? എടി നീ വെറും ആർട്സ് ആൻഡ് സയൻസ് ആണ്, ഞാനൊരു എഞ്ചിനീയറാണ്. ഡേവിസിനെ ഫോണൊന്ന് എടുക്കാവോ? എന്താ? കലണ്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ചെയ്തു. ഇതുപോലത്തെ ഈഗോ ഇഷ്യൂസ് ഛർദ്ദിക്കുന്നതിന് മുന്നേ ഏത് നൂറ്റാണ്ടിലാ ഏത് വർഷത്തിലാ ജീവിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാനാ. നേരം വെളുത്തു, ലോകം മാറി, വേക്കപ്പ്. ഓ, ഞാൻ ഇത്തിരി അങ്ങ് താമസിച്ച് എഴുന്നേറ്റോളാം. എടോ, ലോകത്ത് അങ്ങനെ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിപ്പുണ്ട്. വിദേശ രാജ്യങ്ങൾ സിംഗിൾ പേരന്റിങ്ങിനെ ഫിനാൻഷ്യലി വരെ സപ്പോർട്ട് ചെയ്യുന്ന പല നിയമങ്ങളും കണ്ടേക്കാം. നമുക്ക് തൽക്കാലം ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാം. ഡിവോഴ്സ് തന്നെ പലർക്കും ബേർഡനായി മാറുന്ന നമ്മുടെ സൊസൈറ്റിയിലേക്ക് വിവാഹത്തിന് ഒരു വാലിഡിറ്റി കൂടി വെക്കുന്ന നിയമം വന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അവസ്ഥകളെ കുറിച്ച് താൻ ഓർത്തിട്ടുണ്ടോ? മാഡം പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന് തന്നെ പ്രശ്നമുണ്ടെന്നല്ലേ? അതിനെന്തിനാണ് ഈ പെറ്റീഷനെ തന്നെ എതിർക്കുന്നത്? ഇവനിട്ട് ഒരെണ്ണം കൊടുത്താലോ? മറ്റൊരുത്തന്റെ മേന്മോറെ നമ്മുടെ രാജ്യത്തെ കുറ്റം പറയണ്ട. എവിടെ താനൊന്ന് ഓർത്ത് വെക്കേ, ഞാനും നിന്റെ ഒരു ഫ്രണ്ടിനെയും അയാളുടെ ഭാര്യയും കണ്ടുവന്നിരിക്കട്ടെ. ഒരു 3 വർഷം കഴിഞ്ഞ് ഞാൻ അയാളെ പിന്നെയും കാണുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കാലാവധി കഴിഞ്ഞോ അതെയോ റിന്യൂ ചെയ്തോ എന്ന് ചോദിക്കേണ്ടി വരുന്ന പത്തറ്റിക്, ഡിസ്ക്വയറ്റ് ആൻഡ് ആഗണൈസിംഗ് സിറ്റുവേഷനിലേക്ക് ഈ രാജ്യം വളരാൻ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, ഫോർ ആർഗ്യുമെന്റ് സേക്ക് അംഗീകരിക്കാം. മാരേജ് ഈസ് ആൻ എറ്റേണൽ എഗ്രിമെന്റ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് മാഡം നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് ലോസ്? മാഡം ഇപ്പം കണ്ട സുഹൃത്തിനെ 3 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ അയാൾ ഡിവോഴ്സ്ഡും ആയിരിക്കാമല്ലോ. അപ്പോൾ എന്താ ഡിവോഴ്സ് എന്താ പത്തറ്റിക് ആൻഡ് മറ്റേതെന്താ പറഞ്ഞേ? അതിന് ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോണം. പിന്നെ അവള് ക്യൂറബിൾ ആണെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത്? നീ എത്ര പേരെ ഇതിനു മുമ്പ് എടുത്ത് വെച്ച് ക്യൂർ ചെയ്തിട്ടുണ്ട്? നിന്റെ തന്തയുടെ തള്ളയുടെ സ്വഭാവം എന്നോട് കാണിക്കണ്ട. പാ വേറെ പാപ്പച്ചൻ വേറെ. അടങ്ങി കുത്തി മര്യാദയ്ക്ക് എന്റെ തളത്തിൽ നിൽക്കാമെങ്കിൽ മതി. ഇല്ലെങ്കിൽ നീ പോയി നിന്റെ പണി നോക്കും. പപ്പ കൊണ്ട് നേവിയിലായിരുന്നപ്പോൾ ലീവിന് വരുമ്പോഴുള്ള അപ്പയുടെ അമ്മയുടെ സ്നേഹവും പോകുമ്പോഴുള്ള സങ്കടമൊക്കെ ഉണ്ടായി ഞാൻ വളർന്നു. അമ്മയ്ക്ക് തൈറോയ്ഡ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പയായിരുന്നു അമ്മയുടെ കൂടെ എല്ലാത്തിനും. പപ്പ റിസൈൻ ചെയ്ത് കഴിഞ്ഞ് വന്നേ പിന്നെ 24 മണിക്കൂർ പോലും അവർ മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കും അങ്ങനെ ലൈഫ് അവിടെ വേണ്ടേ? നിന്റെ അപ്പം ബാർബറായിരുന്നെങ്കിൽ ഞാനപ്പോൾ കട്ടിങ് ഷേവിങ്ങും ഹെഡ് മസാജും പഠിച്ചിട്ട് വരേണ്ടി വന്നേനോടി. ടോണി കല്യാണം കഴിച്ചാണോ? കൊള്ളാം. ഈ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും നല്ല പെറ്റി കേസ് ഉയർന്നുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവാർഡ് മേടിക്കാനുള്ളവനാ. ഒരു കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം കിട്ടുന്ന പുതിയ ബന്ധുക്കാര്, ചോദ്യങ്ങൾ, ഫ്രണ്ട്സ് റിക്വസ്റ്റ് എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല മാഡം. അത് മാത്രമല്ല, എന്റെ ജാതകത്തിൽ പറയുന്നുണ്ട് എനിക്ക് പെണ്ണ് കിട്ടുകയാണ്. അതുകൊണ്ട് ആ സമയം കൂടെ ഞാൻ എന്റെ ഡ്രീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. സുപ്രീം കോർട്ടാണോ ഡ്രീം? അല്ല, കാൻസ് ഫിലിം ഫെസ്റ്റിവൽ മാസ് എൻട്രിയാണ് മാഡം. ഈ ടക്സിഡോ ഒക്കെ ഇട്ട്. ഓ, ടോണി ഇപ്പൊ ഒരു ആക്ടറാണോ? അല്ല, ഡയറക്ടറാണ്. ഡയറക്ടർ ആയോ? ആവും. ആയിക്കോട്ടെ, അതിനുള്ള ഫാന്റസി പ്ലോട്ട് കൊള്ളാം. എടോ, താൻ പറഞ്ഞൊരു കപ്പിള് അവരുടെ വിവാഹം പുതുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അവരടുത്ത കല്യാണം കഴിക്കണമെന്നാണോ താൻ പറയുന്നേ? അതുപോലെ അവർക്ക് പിള്ളേരുണ്ടെങ്കിലോ അവർക്ക് എന്താ സംഭവിക്കേണ്ടത്? ഡിവോഴ്സ് നടന്ന ഈ പറഞ്ഞവർക്കല്ല എന്ത് സംഭവിക്കും അതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കും. അപ്പൊ ഡിവോഴ്സ് ആവശ്യമില്ലാത്ത 2 പേർക്ക് നിർബന്ധിച്ച് ഡിവോഴ്സ് കൊടുക്കുന്ന പോലുള്ള മാരേജ് സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് വയ്ക്കുന്നത്. 2 പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ മാത്രം സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവർക്കൊരു നിയമചിത്ര താഴെ ഒരു സംശയം എനിക്ക് പണ്ട് തൊട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല മാഡം. മാരേജ് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയാൽ അത് പുതുക്കാൻ ഒരു ഫ്രീ ഓൺലൈൻ സിസ്റ്റം പോരെ? ഇത്രയും വിലയുള്ള പാസ്പോർട്ട് നമ്മൾ പുതുക്കെടുക്കുന്നില്ലേ? എടാ, മാരേജ് സർട്ടിഫിക്കറ്റിലും വില പാസ്പോർട്ടിനാണ്. നിന്നോട് ആരാടാ പറഞ്ഞത്? എന്നാ താൻ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് വഴി ലണ്ടൻ വരെ പോയിട്ട് വാ. മഞ്ഞുകുട്ടി പുലർച്ചെ വിട്ടോ. എടി, മാരേജ് സർട്ടിഫിക്കറ്റ് എക്സ്പയറി ഡേറ്റ് വേണമെന്ന് പറഞ്ഞത് എന്നെ മടുക്കുമ്പോൾ കണ്ടവൻ്റെ കൂടെ പോകാനല്ലേ നിനക്ക്? ഞാൻ എന്നാടി യൂട്യൂബ് ചാനലോ നിനക്ക് മടുക്കുമ്പോൾ വന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ? കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്താൽ തനിക്ക് ഇറക്ഷൻ വരില്ല, അല്ലെങ്കിൽ താൻ ജാക്ക്പോട്ട് വിന്നിങ് കുതിരയാന്നല്ലേ പറഞ്ഞത്? താൻ എങ്ങനെയാ അതറിഞ്ഞേ? എടി, നീ UK പോയിട്ട് അങ്ങനെ നല്ല പിള്ളയായിരുന്നു എന്നൊക്കെ ഉള്ളത് നീ നിന്റെ തന്തയും തള്ളയും പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി. ഞാനും മോനിഷയായിട്ടുള്ള ബന്ധമൊക്കെ നിനക്കറിയാം. അതൊന്നും നിനക്ക് പ്രശ്നമില്ല. കാരണം നീ എന്നെ വിറ്റ കാശ് ബാങ്കിലിട്ട് ജീവിക്കുന്നവളാ. ഓ, മോനിഷയായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ? സത്യമായിട്ടും അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ.
ഗൈസ് ഞാൻ ഊമ്പി. ഡേവിസിന് എന്നെ ഒരു വിശ്വാസം പോലും ഇല്ലേ? ഓ എബിടോ, നിനക്ക് എന്നെ വിശ്വാസമില്ലടോ. ഇതൊന്നും ഈ കാലത്ത് ഇറക്കണ്ട. നിന്റെ ഫോണിലും കലണ്ടർ കാണുമല്ലോ. 90s കിഡ്സ് അടി വെളച്ചിൽ കുറെ കണ്ടവരാ. 30 വയസ്സായവനെയൊക്കെ ഏത് നാട്ടിലാ കിഡ്സ് എന്ന് വിളിക്കുന്നത്? അവളുടെ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന ആണ്ടി ഒരുമാതിരി ഇംഗ്ലീഷ് സിനിമയിലെ വില്ലന്മാരിടുന്ന സാധനം. അവക്ക് ഞാൻ കറുപ്പും ഇടണം. എന്റെ അച്ഛൻ ചത്തോടൊക്കെ വരുന്നല്ലോ ഉച്ചയ്ക്ക് ഇതുവഴി ഞാൻ കറുപ്പും ഇട്ട് നടക്കാഞ്ഞിട്ട്. എന്റെ വീട്ടിൽ, എന്റെ അപ്പനുള്ള വീട്ടിൽ വന്ന് ഇമാതിരി വർത്തനം പറയുന്നതിന്റെ ബുദ്ധിയല്ല ഡേവിസ്, മണ്ടത്തരമാണ്. നീ അങ്ങനെ വലിയ മണം. നിന്റെ ഭാഷയെ ഞാൻ തിരിച്ചു പറയാത്തത് നിനക്കില്ലാത്ത ഒന്ന് എനിക്കുള്ളതുകൊണ്ടാ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. മാഡം, ഐലീൻ ഒരു പപ്പയും അമ്മയുള്ളത് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല. അവർക്ക് ബന്ധം വേർപിരിയേണ്ട ഒരു ആവശ്യം ഇതുവരെ വരാത്തത് കൊണ്ടാവാം. എന്നാൽ ഇങ്ങനൊരു മാറ്റം മാരേജ് ലോസിൽ വേണമെന്ന് പറയുന്നതിന്റെ ആവശ്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഡിവോഴ്സ് വേണ്ടി വരുന്നവർക്ക് ആ പ്രോസസ്സ് ഒഴിവാക്കാനാണോ അതോ മാരേജ് ആങ്സൈറ്റി ഉള്ളവർക്കുള്ള ഒരു ബാക്കപ്പ് സൊല്യൂഷൻ ആണോ ഇത്? മാഡം, അതിപ്പോ ഈ വിമാനം കണ്ടുപിടിച്ചത് അമേരിക്കയിൽ പോകാനാണോ യൂറോപ്പിൽ പോകാനാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടിയാണ് മാഡം. എന്തായാലും നല്ല ആർഗ്യുമെന്റ്. തന്റെ പടത്തിന്റെ സ്ക്രിപ്റ്റിന് യൂസ് ചെയ്തോ. ഇവിടെ ഇത് നടക്കാൻ സ്കോപ്പില്ല. നടന്നാൽ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്യാൻ മാഡം നിൽക്കും അവരുടെ കൂടെ? ഷുവർ. സാറ ആലിസ് ജോഷി എന്ന പേരിന് നേഷൻ വൈഡ് വിസിബിലിറ്റി കിട്ടാൻ ചാൻസ് ഉള്ളൊരു കേസ് ആയിരിക്കും ഇത്. പാൻ ഇന്ത്യ. ടോണിപ്പനെ, നമുക്ക് ഈ രാത്രി തന്നെ ഇവിടെ നടക്കണം. അപ്പേ മോൻസേന്റെയും വിളിച്ചെണീപ്പിക്കുക. ഈശ്വരാ, കലങ്ങി കാണണേ. എന്താടാ ദേവു? അൽഫി ചാച്ചാ, എനിക്ക് കല്യാണം വേണ്ട. ഞാനിത് കീറി കളയാൻ പോവാ. മോളെ, സർട്ടിഫിക്കറ്റ് കീറി കളഞ്ഞോണ്ടായില്ല. നമ്മൾ ഈ രജിസ്റ്റർ. ആൽഫി ചേട്ടാ, സാറ മാഡം, ഞങ്ങൾ അങ്ങ് ഇറങ്ങിയേക്കുവാ. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ലെങ്തി ഡയലോഗ്സ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ ദൈവത്തിരുമകനുമായിട്ട് അങ്ങ് ഇറങ്ങട്ടെ. എന്നാ മോനെ പ്രശ്നം? എന്നാ പറ്റിയേ? അതൊക്കെ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാപ്പാ. പാല വരെ എത്തുന്ന സമയമില്ലേ? അമ്മാച്ച, ഞാൻ ഐലിനോട് സംസാരിച്ചായിരുന്നു. അവള് പറയുന്ന ഇവനോട് റെഡ് ഫ്ലാഗ് ആണെന്നാ. എന്റെ അസസ്മെന്റിൽ അവൾക്ക് ഫ്ലാഗേ ഇല്ല. ദേവു, ഈ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിയ ഈ ബന്ധവും കല്യാണവും അവസാനിച്ചു. എനിക്കും അത് തന്നെയാ വേണ്ടത്. എന്ത് വന്നാലും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുക. ടോണിപ്പനെ, ബാ പോവാം. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച പെരുന്നാളിന്റെ രഥവുന്തലിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. രാത്രി ഒരു വെടിക്കെട്ട് കൂടി സ്പോൺസർ ചെയ്തു. ഞായറാഴ്ച രാവിലെ. അവൻ പണി ഒപ്പിച്ചു കേട്ടോ. ഇന്നലെ രാത്രിയിലെ ഒരു നാഷണൽ ന്യൂസ് ചാനൽ ചർച്ചയാ. ആ ആങ്കർ ഇവന്റെ കസിനാ. സംഭവം ഫേക്ക് ന്യൂസ് ആണെങ്കിലും കേരളത്തിലെ മീഡിയ ഒക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ട്രോളുകളും വന്നു തുടങ്ങി. മാരേജ് സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ പോകുന്നുണ്ടെന്ന് അവൻ ഒരു പടക്കം പൊട്ടിച്ചു. കൂടെ സാറ ആലിസ് ജോഷിക്ക് ഒരു പാൻ ഇന്ത്യ റീച്ച് കൂടെ ഉണ്ടാക്കി തന്നു. Advocate Sarah Alice Joshi, who is the public prosecutor of Kerala High Court, will appear for this couple. ഷുവർ. സാറ ആലിസ് ജോഷി എന്ന പേരിന് നേഷൻ വൈഡ് വിസിബിലിറ്റി കിട്ടാൻ ചാൻസ് ഉള്ളൊരു കേസ് ആയിരിക്കും ഇത്. പാൻ ഇന്ത്യ. ഇവൻ കൊളുത്തി വെച്ചിരിക്കുന്നത് ചെറിയതല്ല, കട്ട പുകയാ. മിനിഞ്ഞാന്ന് പറഞ്ഞായിരുന്നല്ലോ, കട്ട പുക. ഡേവിസ് അവനൊരു ചെറ്റയാ. നല്ല ബ്ലൂട്ടിക്കുള്ള വേരിഫൈഡ് ചെറ്റ. പക്ഷെ പാ വേറെ പാപ്പച്ചൻ വേറെ. ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ AI-കൾ സിനിമ എടുക്കുന്ന തലമുറകൾക്ക് മുമ്പുള്ള അവസാനത്തെ ഇന്നിങ്സിലെ സിനിമാ മോഹികളിൽ ഒരാളാവാം ഞാൻ. എനിക്ക് ഡേവിസിന്റെ ജീവിത വീക്ഷണം മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കല്യാണത്തിന് മുന്നേ ഒരു മാൻഡേറ്ററി കൗൺസിലിംഗ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാമല്ലോ. അതുകൊണ്ട് ഈ ജാതകമൊക്കെ നോക്കുന്ന പോലെ ഒരു കൗൺസിലിംഗ് സെഷൻ. അതും ഈ രാജ്യത്ത് വിറ്റുപോകാൻ പാടുള്ള വിത്താണ്. അതിനെയും താണ്ടി വന്ന ഐലീന്റെ മാരേജ് സർട്ടിഫിക്കറ്റിലെ എക്സ്പയറി ഡേറ്റ് ഡിമാൻഡ്. നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒരു എക്സ്പയറി ഡേറ്റ് വേണം. ആവശ്യമുണ്ടെങ്കിൽ റിന്യൂ ചെയ്യാലോ. എന്നാലും എവിടെ നിന്നാവും ഐലീൻ അത് കിട്ടിയത്? ചേച്ചിന്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ പൊട്ട ഫോട്ടോ ആയിരിക്കും എന്ന് പറഞ്ഞു. മാരേജ് സർട്ടിഫിക്കറ്റിലും എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു പുതിയ ഫോട്ടോ എടുക്കാലോ.
ആ സ്ക്രിപ്റ്റ് ഐഡിയയ്ക്ക് ഐലീനോട് ഞാൻ എന്നും കടപ്പെട്ടിരുന്നു. ജീവിതത്തിൽ എന്തേലും പാഷൻ ഉണ്ടായാൽ ആദ്യം പോകുന്നത് സമാധാനമായിരിക്കും. പാഷന്റെ പേര് സിനിമ എന്നുകൂടിയാണ്. കട്ടപ്പക. ഹലോ, എന്താടാ ദേവു? എടോ ടോണിപ്പാനെ, താൻ എന്ത് പണിയാണോ കാണിച്ചേ? മാരേജ് സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് തൊലിക്കണമെന്ന് പറഞ്ഞത് ഹൈക്കോടതി ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്ന് താൻ എന്തടിസ്ഥാനത്തിലെ ന്യൂസ് കൊടുത്തേ? അയ്യോടാ, അങ്ങനെ സംഭവിച്ചോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ എത്ര കളികൾ കണ്ടാടാ. ഇത് വെറും ജുജുബി. ജുജൂബി? താൻ ഇത് എവിടെയാ? പെരുന്നാൾ കഴിഞ്ഞ് താൻ മുങ്ങിയോ? ഞാനിപ്പം ജസ്റ്റ് മുംബൈ ലാൻഡ് ചെയ്തോളൂ. പ്രൊഡക്ഷൻ കമ്പനിയാണല്ലോ മീറ്റിംഗ്. അതിനു മുമ്പ് ടോം ഫോർഡിൻ്റെ ഒരു കണ്ണാടി മേടിക്കാൻ കടയിൽ കയറിയത്. കഥ പറയുമ്പോഴും വെക്കാം, ഇന്റർവ്യൂവിനും വെക്കാം. എടോ താൻ കടന്ന് ഉരുണ്ട് വാരരുത്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ എനിക്ക് തെറി മേളയാ. അവക്കാണെങ്കിൽ തെറിയുണ്ട്, സപ്പോർട്ടും ഉണ്ട്. വികാരി ജനറൽ ബിഷപ്പ് ഹൗസിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ലാട്ടോ. കാശ് വൈന് സ്നേഹം, ഇതിലേതേലും ഒരെണ്ണത്തിൽ വീഴാത്ത ഒരു പാതിരയും ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. നിന്നെ ചാനലുകാർ വിളിക്കുമ്പോൾ കേസ് കൊടുക്കുന്നില്ലെന്ന് നീ പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ വന്ന അറ്റാക്ക് കണ്ട് പേടിച്ചിട്ടാണെന്ന് അവർ പറയും. കേസുമായിട്ട് മുന്നോട്ട് പോകുവാണെന്ന് പറഞ്ഞാൽ നീ ഒരു വിപ്ലവം തന്നെ തുടങ്ങിയടാ. രണ്ടിലേതായാലും നീ തീരുമാനിച്ചോ. ഞാൻ നാളെ പാലയെ തിരിച്ചെത്തും. അതുവരെ ടേക്ക് കെയർ ഡാ. பண்ணாத அலும்ப மக்கா சித்தப்போ கட்டாத சிலம்பா நாலுக்கா புட்டாலாக்காவும் மனசா